നിങ്ങൾ ഒരു ഓൺലൈൻ സംരംഭകൻ ആണെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള മാധ്യമങ്ങളിലൂടെ വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ പ്രോഡക്റ്റുകൾ നല്ല മാർജിനിൽ വിൽക്കുമ്പോൾ കുറച്ചു ലാഭം ലഭിക്കും. ഓൺലൈൻ ഉപഭോക്താക്കളെ സംബന്ധിച്ച് മേൽ സൂചിപ്പിച്ച പ്ലാറ്റ്ഫോമുകൾ ലാഭകരവും, വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുമാണ്. അതിനാൽ തന്നെ നൽകുന്ന പ്രോഡക്റ്റ് മേൽപ്പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിലെ ലിങ്കുകൾ ഷെയർ ചെയ്യുക വഴി വിറ്റഴിയുമെന്നത് സംശയമില്ല. എന്നാൽ സംരംഭകർക്ക് ലാഭം ലഭിക്കുക പോസ്റ്റൽ സംവിധാനങ്ങൾ വഴി വിറ്റഴിക്കുമ്പോൾ തന്നെയാണ്. എന്നാൽ കുറഞ്ഞ അളവിലാണ് വിൽപ്പന ചെയ്യുന്നതെങ്കിൽ സെയിൽസ് അനുസരിച്ചുള്ള ലാഭം ലഭിക്കുകയില്ല. അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നതിന്റെ ചാർജ് വിൽപ്പന വിലയുടെ പകുതിയിൽ താഴെ മാത്രമായിരിക്കും ലഭിക്കുക. ഇതുപോലെ രണ്ടാമത്തെ കാര്യം ഓൺലൈൻ ഓട്ടോ ടാക്സി ഉപയോഗിക്കുന്ന ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. യൂബർ, ഓല തുടങ്ങിയ കോർപ്പറേറ്റ് കമ്പനികൾ നൽകുന്ന ആപ്പ് വഴി കസ്റ്റമറിനെ ലഭിക്കും. എന്നാൽ ഓരോ സർവീസിനും ഈ ആപ്പുകൾ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നത് നല്ലൊരു ശതമാനം കമ്മീഷനാണ്. കസ്റ്റമറിന് ലാഭവുമാണ്. എന്നാൽ ഗവൺമെന്റ് അധിഷ്ഠിത ആപ്പുകൾ നിലവിൽ ഓൺലൈൻ ടാക്സി സർവീസുകൾ ചെയ്യുവാനുണ്ട്. കേരള സവാരി പോലുള്ള ആപ്പുകൾ. എന്നാൽ അവ മറ്റു കമ്പനികളുടേതുപോലെ കൂടുതൽ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ സഞ്ചാരികളെ അധികം ആകർഷിക്കാറില്ല. കേരള സവാരി പോലുള്ള ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമുകളിൽ പോരായ്മയായി ഞാൻ മനസ്സിലാക്കുന്നത്, മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് കൃത്യത ഇല്ലാത്ത മാപ്പ് സംവിധാനമാണ്. ഇത് ഡ്രൈവർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ആണ്. മാപ്പിങ്ങിലെ ഈ പ്രശ്നം യാത്രക്കാരും ഡ്രൈവർ മനസ്സിലാക്കിയാൽ, ഓട്ടം ബുക്ക് ചെയ്തതിനുശേഷം അയക്കാവുന്ന മെസ്സേജിലൂടെ കൃത്യമായ ലൊക്കേഷൻ പറഞ്ഞു അവിടെ എത്തി ഓട്ടം എടുക്കാവുന്നതാണ്. കമ്മീഷൻ ഇല്ലാത്തതിനാൽ ഡ്രൈവർക്ക് നഷ്ടമുണ്ടാകില്ല. അധിക ചാർജ് ഈടാക്കാത്തതിനാൽ യാത്രികർക്കും ബുദ്ധിമുട്ടില്ല. ന്യായമായ കൂലി കമ്മീഷൻ ഒന്നും എടുക്കാതെ ഡ്രൈവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക.